Welcome to all. I am Satish Kumar. വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ടെക്നിക്സ് എന്ന വീഡിയോ പാർട്ടിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ 3 ടൈപ്പ് ടണൽ വയറിങ്ങിൽ രണ്ടാമത്തെ ടണൽ വയറിംഗ് ആണ് ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോയാലോ. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് പോലെ തന്നെ ആദ്യമേ തന്നെ 2A സ്വിച്ചിനെ പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് 2A സ്വിച്ച് ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഒരു 2A സ്വിച്ചിന് 3 ടെർമിനൽ, നടുക്ക് കാണുന്നത് കോമൺ, മുകളിൽ അപ്പ് പൊസിഷൻ L1, താഴെ L2, L1 L2 അല്ലെങ്കിൽ പോലും അപ്പും ഡൗണും. ഓക്കെ, അതിനെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വച്ച് വരച്ച് 3 ഡോട്ട് ഇട്ട് കാണിക്കും. ഈ കാണുന്നതല്ല, 3 റെഡ് ഡോട്ട് ഇട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടണൽ വയറിംഗ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 4 ലൈറ്റുകളും 4 സ്വിച്ചുകളുമാണ്. എത്ര വേണോ ആവാം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് എത്ര ലൈറ്റ് ഉണ്ടോ അതിനേക്കാളും ഒരു സ്വിച്ച് കൂടുതൽ വേണമായിരുന്നു. ഇപ്പോൾ ഇവിടെ അതില്ല, എത്ര ലൈറ്റ് വേണോ അത്രയും സ്വിച്ച് തന്നെയാണ് ആവശ്യം. ലൈറ്റുകളും സ്വിച്ചുകളും എല്ലാം അതേ സ്ഥാനത്ത് ഉറപ്പിച്ചു. നമ്മൾ സപ്ലൈ പോയിന്റും ഇവിടെ കാണിച്ചു. ഓക്കെ, പഴയ ടണൽ പോലെ തന്നെയാണ്. ഫേസും ന്യൂട്രലും ഒന്നും മാറ്റമില്ല. മുകളിലത്തെ ടെർമിനലുകളെല്ലാം ന്യൂട്രലുകൾ ജോയിൻ ചെയ്യുന്നു, താഴത്തെ ടെർമിനലുകളെല്ലാം നമ്മൾ ഫേസ് ജോയിൻ ചെയ്യുന്നു. അതോടൊപ്പം സെൻട്രൽ ടെർമിനലുകളിൽ നമ്മൾ ബാലൻസ് നിർത്തുന്നുണ്ട്. ഒരിക്കലും ഈ സെൻട്രൽ ടെർമിനലിലേക്ക് കണക്ഷൻ മാറിപ്പോകരുത്, ഷോർട്ട് സർക്യൂട്ട് ആവും. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും വയറിങ്ങിന്റെ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. നേരത്തെ കണ്ടതുപോലെയൊക്കെ തന്നെയാണ്. ഫസ്റ്റ് സ്വിച്ചിന്റെ കോമൺ പോയിന്റിൽ നിന്ന് L1ന്റെ L2ന്റെ ഓരോ പോയിന്റിലേക്ക് നമ്മൾ വയർ ചെയ്യുന്നു. നമുക്കിവിടെ കാണാം ഒരു വയലറ്റ് കളർ ലൈനിലൂടെ. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ സ്വിച്ചിന്റെ കോമൺ പോയിന്റിൽ നിന്നും L1ന്റെ ഒരു ബാലൻസ് പോയിന്റിലും അതുപോലെ തന്നെ ഈ L3യുടെ പോയിന്റിലേക്കും ചെയ്യുന്നു. L2ൽ വയറിംഗ് ചെയ്യുന്നില്ല. വീണ്ടും അടുത്ത നമുക്ക് കാണാം ഒരു ബ്ലൂ വയറില് മൂന്നാമത്തെ സ്വിച്ചിൽ നിന്നും L2ന്റെ ബാലൻസ് പോയിന്റിലേക്കും അതുപോലെ L4ലേക്കും ചെയ്യുന്നു. ഇവിടെ L3 പെൻഡിങ് ഇടുന്നു. ഇനിയിപ്പോ നമുക്ക് L3ലും L4ലും ഓരോ പോയിന്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, കാണുന്ന ആ ഒരു ഡാർക്ക് ലൈനില്, റെഡ് ലൈനില് നമുക്ക് കാണാം നാലാമത്തെ സ്വിച്ചിന്റെ സെന്റർ പോയിന്റിൽ നിന്നും L3യുടെ ബാലൻസ് ഉള്ള ടെർമിനലും L4ന്റെ ബാലൻസ് ഉള്ള ടെർമിനലിലേക്ക് നമ്മൾ വയർ ചെയ്യുന്നു. ഇപ്പൊ ഇത്രയും ആകുമ്പോൾ നമ്മുടെ വയറിംഗ് ഡയഗ്രാം കംപ്ലീറ്റ് ആവുകയാണ്. ഇനിയിപ്പോ സർക്യൂട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ ഇതിനകത്ത് എല്ലാ സ്വിച്ച് എല്ലാം അപ്പായിരിക്കുന്ന സമയത്ത് എല്ലാ ലൈറ്റിന്റെ ടെർമിനലുകളിൽ ന്യൂട്രൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഓഫാണ്. ഫസ്റ്റ് സ്വിച്ചിനെ ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ വയലറ്റ് കളർ വയറിലൂടെ ഫേസ് L1ലും L2ലും എത്തുന്നു. അതോടൊപ്പം തന്നെ S2 അപ്പ് ആയതുകൊണ്ട് ഗോൾഡൻ കളർ ലൈനിലൂടെ L1ലും L2ലും അതുപോലെ L1ലും L3ലും ന്യൂട്രൽ ഇട്ടുന്നു. അതുപോലെ S3യിൽ നിന്ന് നേരെ L2വിലെ ബ്ലൂ വയറിലൂടെ ന്യൂട്രലും കിട്ടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഫേസും ന്യൂട്രലും കിട്ടുന്നത് കൊണ്ട് L1ഉം L2ഉം ബ്രൈറ്റ് ആവുന്നു. സെക്കൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് S2വിനെയും നമ്മൾ ഡൗൺ ചെയ്യുന്നു. ആ സമയത്ത് ഇപ്പോ ബ്രൗൺ കളർ ഗോൾഡൻ കളർ വയറില് ശരിക്കും പറഞ്ഞാല് ഫേസ് ആയി. അപ്പോ L1ന്റെ രണ്ട് എൻഡിലും ഫേസ് ആയപ്പോ L1 ഓഫായി. അതേസമയം L2വിന് ബ്ലൂ വയറിൽ കൂടെ ന്യൂട്രൽ വരുന്നുണ്ട്. പിന്നെ L3ക്ക് ബ്രൗൺ കളർ വയറിലൂടെ ന്യൂട്രൽ വരുന്നുണ്ട്. അതുകൊണ്ട് L2 L3 ബ്രൈറ്റ് ആവുന്നു, L1 ഓഫ് ആവുന്നു. അടുത്ത സ്വിച്ച് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ലാസ്റ്റ് സ്വിച്ച് S4 ഡൗൺ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ L3യിലും L4ന്റെയും അക്രോസ് ഫേസ് വന്ന് നിൽക്കുന്നു. അത് കാരണം ലൈറ്റുകളെല്ലാം ഓഫ് ആകുന്നു. ഇനി തിരിച്ച് അതേപോലെ നമുക്ക് ഇങ്ങോട്ട് വരാനും സാധിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു നമ്മുടെ ടണൽ വയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടണൽ വയറിംഗിന്റെ ഏകദേശം ഒരു വർക്കിങ്ങും സർക്യൂട്ട് ഡയഗ്രം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ആ വീഡിയോ ഒന്ന് കാണാം, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള ഒരു ടണൽ വയറിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്വിച്ച് ഇട്ടപ്പോൾ 2 ലൈറ്റ് കത്തി. രണ്ടാമത്തെ സ്വിച്ച് ഇട്ടപ്പോൾ ആദ്യത്തെ ലൈറ്റ് അണഞ്ഞിട്ട് 2ഉം 3ഉം കത്തി. മൂന്നാമത്തെ സ്വിച്ച് ഇട്ടപ്പോൾ രണ്ടാമത്തെ ലൈറ്റ് അണഞ്ഞിട്ട് 3ഉം 4ഉം കത്തി. നാലാമത്തെ സ്വിച്ച് അണഞ്ഞപ്പോൾ എല്ലാം ഓഫായി. ഇനി തിരിച്ച് തുരങ്കത്തിൽ ടണലിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്
ഓക്കെ. ഇനി ഒരു എമർജൻസി സിറ്റുവേഷൻ എല്ലാ ലൈറ്റുകളും വേണമെങ്കിൽ ഒന്നാമത്തതും നാലാമത്തതും ഓൺ ചെയ്താൽ മതി. അതല്ലെങ്കിൽ രണ്ടാമത്തതും മൂന്നാമത്തതും ഓൺ ചെയ്താൽ മതി, എല്ലാ ലൈറ്റും കത്തും. ഓക്കെ സർ. അപ്പോൾ വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ടെക്നിക്സ് എന്നതിൻ്റെ അടുത്ത പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. സെയിം കാറ്റഗറിയിലുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെയേറെ വിലപ്പെട്ടതാണ്. ഇതുപോലുള്ള ഹോബി സർക്യൂട്ട് ഡയഗ്രങ്ങൾ ഉണ്ടെങ്കിൽ അയച്ചു തരിക. ഞങ്ങളത് നിങ്ങളുടെ പേരുൾപ്പെടെ തന്നെ വെച്ച് വീഡിയോ ആക്കി ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലേക്ക് എത്തുന്നത് വരെ താങ്ക് യു.